രണ്ടുപേരും പ്രേമത്തിൽപ്പെട്ടതും ഒരേ കാലത്തെ സമാന്തര സങ്കടങ്ങളായി. കഥയിലും കവിതയിലും കലയിലുമെല്ലാം ആശ്വാസവും വിമോചനവും സ്വാന്തനവും തേടി നടന്ന അയാൾ എന്നും ഒരു സ്വപ്നാടകനായിരുന്നു, കാൽപ്പനിക സഞ്ചാരി. കമ്മ്യൂണിസവും വിപ്ലവവും ഒക്കെ അയാൾക്കന്ന് കാൽപ്പനിക സ്വപ്നവും വ്യഥയും വീറുമായിരുന്നിരിക്കണം. അതുകൊണ്ടാണല്ലോ അന്ന് നിയമവിരുദ്ധമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൽ പ്രവർത്തിക്കുവാനും വർണ്ണവർഗരഹിതമായ സമത്വ സുന്ദര ലോകം കെട്ടിപ്പടുക്കുവാൻ സ്വയം സമർപ്പിക്കുവാനും അയാൾ തീരുമാനിച്ചത്. അന്ന് ഓലമേഞ്ഞ പുരയായിരുന്നു തിരുവനന്തപുരം നന്ദാവനത്തെ പോലീസ് ക്യാമ്പ്. തീ കത്തിക്കുവാനുള്ള സാമൂഹിക യജ്ഞത്തിൽ ഭാഗമാകുവാൻ തയ്യാറായതും അതുകൊണ്ട് തന്നെ. ഒളിവിലായിരുന്നതിനാൽ അന്ന് എല്ലാവരും രഹസ്യമായി ആശാൻ എന്ന വ്യാജനാമത്തിൽ വിളിച്ചിരുന്ന സഖാവ് KV സുരേന്ദ്രനാഥ് സിറ്റി കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ അല്പം ഏകാധിപത്യഭാവത്തിലും ലേശം കർശന സ്വരത്തിലും നിർബന്ധമായി തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ അന്നത്തെ സ്റ്റുഡൻസ് ഫെഡറേഷൻ നേതാവായിരുന്ന സഖാവ് സണ്ണി സെബാസ്റ്റ്യന്റെ നിർദ്ദേശപ്രകാരം താൻ ഉൾപ്പെടെയുള്ളവർ മിക്കവാറും ആ തീയിലോ അനന്തര നടപടികളിലോ ആത്മഹൂതി ചെയ്യുമായിരുന്നു എന്നതും തീർച്ചയായിരുന്നുവല്ലോ. ഏതോ ഒരു ആദർശത്തെ, കാൽപ്പനിക സ്വപ്നത്തെ ചമത്കാരപൂർണമായ ദർശനമായി ദിവാസ്വപ്നങ്ങളുടെ നാളുകളായിരുന്നു അത്. സാഹിത്യവും കലയും എല്ലാം അതുപോലെ തന്നെ ആയിരുന്നു അന്ന്. അനിവാര്യമായ ഒരാവശ്യം, പ്രായത്തിൻ്റെ ഒരു നിർബന്ധം.